मेरी किताब। माँ ने वीरू को एक संदेश देकर अपनी बहन के पास भेजा. സന്ദേശ് മെസ്സേജ് ബഹൻ സിസ്റ്റർ. ഈ കുട്ടിയുടെ പേരാണ് വീരു. അമ്മ ഒരു മെസ്സേജ് അനിയത്തിക്ക് വേണ്ടി വീരുടെ കയ്യിൽ കൊടുത്തയച്ചു. मौसी ने प्यार से वीरू को अंदर बुलाया और बैठक में ले गई. मौसी ചെറിയമ്മ, അമ്മയുടെ അനിയത്തിക്കല്ലേ മെസ്സേജ് കൊടുത്തേ, ചെറിയമ്മ. അന്തർ ഉള്ളിൽ, ബൈഠക് ഡ്രോയിങ് റൂം. മൗസി വീരുവിനെ ഉള്ളിലേക്ക് വിളിച്ചു, എന്നിട്ട് ഡ്രോയിങ് റൂമിലേക്ക് ഇരിക്കാൻ കൊണ്ടുപോയി. बैठक में कदम रखते ही वीरू अजरत से ठिठक गई. अजरत से ठिठक गई കണ്ട് ഞെട്ടിപ്പോയി. ഡ്രോയിങ് റൂമിലെത്തിയതും വീരു എന്തോ കണ്ട് ഞെട്ടിപ്പോയി. ഉസ്നെ സോച്ച, ബാപ് രേ ഇത്നി സാരി കിതാബേ. വീരു വിചാരിച്ചു, അയ്യോ എത്ര പുസ്തകങ്ങളാ. वहाँ नीचे से ऊपर तक किताबों से भरे खानों वाली 2 लंबी दीवारें थी. खानों वाली शेल्फ, दीवारें वॉल. അവിടെ 2 വാളിൽ, 2 ചുമരിൽ നിറയെ ഷെൽഫിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. വഹ ആംഖേ ഫാടി ദേഖ്തേ രഹി. കണ്ണും തള്ളി നോക്കിക്കൊണ്ടിരുന്നു. अंत में उसने साहस करके पूछा, क्या आपके पास बच्चों के लिए भी किताबें हैं? ലാസ്റ്റ് സാഹസ്, ധൈര്യത്തോടെ അവൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ അടുത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുണ്ടോ? മൗസീനെ കഹ, ഹാ യേ ദേഖോ, യേ വാല ഖാന ഓർ യേ വാല. ചെറിയമ്മ പറഞ്ഞു, ആ പിന്നെന്താ, ദാ ഈ ഷെൽഫും ഈ ഷെൽഫും. വീരു ने हैरानी से कहा, इतनी ढेर सारी किताबें, मेरे पास तो इतनी किताबें नहीं है. हैरानी, ആശ്ചര്യത്തോടെ. വീരു ആശ്ചര്യത്തോടെ പറഞ്ഞു, ഇത്രയും പുസ്തകങ്ങളുണ്ടോ? എൻ്റെ അടുത്ത് ഇത്ര പുസ്തകങ്ങളൊന്നും ഇല്ലല്ലോ. मौसी ने कहा, यदि तुम चाहो तो मैं पढ़ने के लिए तुम्हें कुछ किताबें दे सकती हूँ. तुम्हें किस तरह की किताबें सबसे अधिक पसंद है? ചെറിയമ്മ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ വായിക്കാൻ, നിനക്ക് വേണമെങ്കിൽ ഞാൻ വായിക്കാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം. നിനക്ക് എങ്ങനത്തെ പുസ്തകങ്ങളാണ് ഇഷ്ടം? പസന്ത്, ഇഷ്ടം. വീരു ने धीरे से कहा, मुझे मालूम नहीं, എനിക്ക് അറിയില്ലല്ലോ. मौसी ने एक किताब निकालकर वीरू को पकड़ाई और कहा, तुम ये किताब पढ़कर देखो. ചെറിയമ്മ ഒരു പുസ്തകം എടുത്തു, എന്നിട്ട് വീരുവിന് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാൽ ശരി, ഇത് വായിച്ചു നോക്ക്. वीरू घबरा कर पीछे हटी और बोली, बाप रे ये तो बहुत मोटी है. घबराकर പേടിച്ചിട്ട് പിന്നിലേക്കായി. എന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതെന്തൊരു തടിയുള്ള പുസ്തക. मौसी ने सुझाव दिया, अच्छा तो फिर शायद ये वाली ठीक रहेगी. സുജാവ്, ഐഡിയ. ചെറിയമ്മ പറഞ്ഞു, എന്നാൽ ശരി, ഒരു ഐഡിയ, എന്നാൽ ഇതെടുത്തോ. വീരു ബോലി, ये बहुत बड़ी है, मेरे बस्ते में नहीं आएगी. ബസ്ത, ബാഗ്. വീരു പറഞ്ഞു, ഇത് ഭയങ്കര വലുതാ, എൻ്റെ ബാഗിലൊന്നും വരില്ല. मौसी ने एक तीसरी किताब दिखाई और इसके बारे में क्या ख्याल है? मौसी മൂന്നാമത്തെ ഒരു പുസ്തകം എടുത്തിട്ട് പറഞ്ഞു, എന്നാൽ ഇതിനെക്കുറിച്ച് എന്താ വിചാരം? ഖയാൽ, വിചാരം. वीरू ने किताब के पन्ने पलटे और ये फैसला किया, इसमें पढ़ने के लिए बहुत कम है, इतनी छोटी छोटी तस्वीरें. മൂന്നാമത്തെ ബുക്കിൻ്റെ പന്നെ പൽട്ടെ, പേജസ് മറിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ പഠിക്കാൻ ഒന്നുമില്ല, ഭയങ്കര കുറവാണ്, ചെറിയ ചെറിയ ഫോട്ടോസും, തസ്വീരെ, ഫോട്ടോസ്. और ये किताब बहुत पतली है, ഒട്ടും തടിയില്ലല്ലോ, എന്തൊരു മെലിഞ്ഞ പുസ്തക. मौसी ने कहा, वीरू मुझे तो लगता है कि मैं तुम्हारे लिए किताब नहीं चुन सकती. എല്ലാം കേട്ട് ചെറിയമ്മ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നിനക്ക് വേണ്ടി പുസ്തകം എടുക്കാൻ എനിക്ക് പറ്റില്ല. ऐसा करना, अगली बार जब तुम आओ तो अपने साथ एक फुट्टा लेती आना. ഫുട്ട, സ്കെയിൽ. ഒരു കാര്യം ചെയ്യേ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിൻ്റെ കൂടെ നീ സ്കെയിലും കൊണ്ടുപോവാ. വീരുവിനെ പൂച്ച, ഫുട്ട ക്യോं, സ്കെയിൽ എന്തിനാ? मौसी ने हंसकर कहा, तुम्हें जितनी मोटी किताब चाहिए तुम नाप कर ले लेना, ठीक है ना? नाप कर, അളന്ന്. ചെറിയമ്മ എല്ലാം കേട്ട് ചിരിച്ചു പറഞ്ഞു, നിനക്ക് ഏത് പുസ്തകമാണ് വേണ്ടേ അത് നീ അളന്നെടുത്തോ, ശരിയല്ലേ? वीरू ने माँ के भेजे हुए कागज को मेज पर रखा
और भाग खड़ी हुई. വീരു അമ്മ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പേപ്പർ ടേബിളിൽ വെച്ചിട്ട് ഒരു ഓട്ടം കൊടുത്തു. बातें किताबों की. बाप रे, इतनी किताबें. क्या तुमने भी बहुत सारी किताबें एक साथ देखी है? कहाँ? നിങ്ങൾ വീരു പറഞ്ഞില്ലേ എത്ര പുസ്തകങ്ങളാ, അതുമാതിരി നിങ്ങൾ കുറേ പുസ്തകങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സ്കൂളിൽ, ലൈബ്രറിയിൽ. तुम्हारे बस्ते में भी बहुत सारी किताबें होंगी. उन सभी किताबों में से तुम्हारी मनपसंद किताब कौन सी है? क्यों? तुम्हारे ബസ്തെ ബാഗിൽ നിറയെ പുസ്തകങ്ങളുണ്ടാവുമല്ലോ. ആ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് മൻപസന്ത് ഏതാണ് കൂടുതൽ ഇഷ്ടം? എന്താ കാരണം? ബാഗിൽ കുറേ പുസ്തകങ്ങളുണ്ടാവും. നമ്മളുടെ കുട്ടികൾ ഹിന്ദി പുസ്തകം പറഞ്ഞാൽ ഹിന്ദി പുസ്തകമാണ് എനിക്കിഷ്ടം, അതിൽ നിറയെ സ്റ്റോറീസ് ഉണ്ട്. यहाँ कुछ किताबों के पन्नों के चित्र दिए हैं और उनके नाम लिखे हैं. तुम इनमें से कौन सी किताब पढ़ना चाहोगे? क्यों? नाम था उसका आसमानी, किसना, बजती गेंद, बंटू और मेरा दोस्त. ഇവിടെ കുറേ പുസ്തകങ്ങളും അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? എന്താ കാരണം? എക്സാമ്പിൾ, ഇപ്പോൾ ബജ്തി ഗേന്ദ്, എനിക്ക് പന്തിൻ്റെ പുസ്തകമാണ്, പന്ത് കളിക്കണ ഇഷ്ടമാണ്, അത് കാരണം ഈ പുസ്തകമാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഈ പുസ്തകമാണ് എനിക്കിഷ്ടം. നാപ്തോൽ. മൗസി ने वीरू को फुट्टा लाने के लिए क्यों कहा? മൗസി വീരുടെ അടുത്ത് ഫുട്ട സ്കെയിൽ കൊണ്ടുവരാൻ എന്തിനാ പറഞ്ഞേ? അളന്ന് നോക്കാൻ. പുസ്തകത്തിനെ അളന്ന് നോക്കാനല്ലേ കൊണ്ടുവരാൻ പറഞ്ഞേ. अलग अलग चीज़ों को नापने या तोलने के लिए अलग अलग चीज़ों का इस्तेमाल करते हैं. तुम नीचे दी गई चीज़ों को किन चीज़ों से मापोगे? എല്ലാ സാധനങ്ങളെയും അളക്കാൻ ഓരോ തരം മെഷർമെൻറ്റാണുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ സാധനങ്ങളെ നിങ്ങളെങ്ങനെയാണ് അളക്കുന്നത്? കപ്പടേക്കോ, തുണി എങ്ങനെയാണ് അളക്കണേ? മീറ്റർ വെച്ചിട്ട്. ആം കെ ജി. മേജ് കോ ടേബിൾ സെൻറ്റിമീറ്റർ. കാഗജ് കോ പേപ്പർ കെ ജി. പാനി കോ വെള്ളം ലിറ്റർ. आओ खेले अंताक्षरी. अब तक तो तुमने बहुत सारे शब्द सीख लिए होंगे. आओ शब्दों की अंत्याक्षरी खेलें. देखे तुम कितने शब्द बना पाते हो. शुरुआत हम कर देते हैं. കുറേ വേർഡുകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അന്ത്യാക്ഷരി കളിക്കാം. കുറച്ച് ശബ്ദങ്ങൾ വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ബാക്കി നോക്കാം. അന്ത്യാക്ഷരി പറയുമ്പോൾ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് വരുന്ന ലെറ്ററിൻ്റെ അതിൽ തുടങ്ങുന്നത് നെക്സ്റ്റ്. എക്സാമ്പിൾ, കിതാബ് ബ, ബന്ദർ ര, രസ്സി സ, സാംപ് പ, പതംഗ് ഗ, ഗംല ല, लट्टू ट, टोपी. पसंद नापसंद. वीरू को मौसी ने किताबें चुनने के लिए कहा तो वह नहीं चुन पाई. വീരു ചെറിയമ്മ പറഞ്ഞു പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തോളാൻ, പക്ഷേ അവൾക്ക് പറ്റിയില്ല. तुम्हें अपनी पसंद की चीज़ें चुनने को कहा जाए तो तुम कौन सी चीज़ें चुनोगे? നിങ്ങളുടെ അടുത്ത് ഒരു കടയിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും? എക്സാമ്പിൾ, ഡോൾ, കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ, ക്രയോൺസ്, പെൻസിൽ ബോക്സ്, പെൻസിൽ, റബ്ബർ,